മലയാള സിനിമയുടെ മുത്തശ്ശിയാണ്. അപ്പം അമ്മയെ കാണാനായിട്ട് ഞങ്ങൾ മുത്തശ്ശി കൊണ്ടുവന്നിരിക്കുക. അത് ശരി. അമ്മയ്ക്ക് എന്താണ് പൊന്നമ്മ ചേച്ചിയെക്കുറിച്ചുള്ള ഓർമ്മകൾ? അതൊക്കെ കേൾക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പൊന്നമ്മയെ ഞാൻ ആദ്യം കാണുന്നത് മെരിലാൻഡിലെ ഒരു പടത്തിൽ അഭിനയിക്കാനായിട്ട് വന്നു. ഏത് വർഷമെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. എൻ്റെ മോഹം കാണിക്കൽ അത് പറഞ്ഞില്ല, ഞാൻ മറന്നുപോയി. ശ്രീരാമ പട്ടാഭിഷേകത്തിൽ ഒരു ചെറിയ റോൾ ചെയ്യാൻ വന്നു. അന്നാണ് മണ്ടോദരിയുടെ വേഷം. പിന്നെ ഞാൻ കാണുന്നത് ഭർത്താവ് എന്നുള്ള പടം. അതിൽ മുത്തയ്യ നായകൻ, എൻ്റെ മകൻ മരുമകളായിട്ട് പൊന്നമ്മയായിരുന്നു. അന്നാണ് മറന്നുപോയി ഞാൻ. കുടുംബിനി റിലീസായത് കാരണം ഫസ്റ്റ് പടം ഭർത്താവ് ആദ്യം ചെയ്ത പടം ഭർത്താവാ. സാധാരണ ഈ വയസ്സാവുമ്പോഴാണ് ഓർമ്മ പോണത്, അതിന് മുമ്പേ പോയി. എനിക്ക് വയസ്സായി. അതിനേക്കാൾ വയസ്സായ പൊന്നമ്മ ചേച്ചിക്ക് നല്ല ഓർമ്മ, പഴയ കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മ. ഭയങ്കര ഓർമ്മ. ഭർത്താവ് കഴിഞ്ഞിട്ടാണ് കുടുംബിനി, പിന്നെ വില കുറഞ്ഞ മനുഷ്യൻ, കുറേ പടങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ മെരിലാൻഡിലെ ഏതോ ഒരു പുരാണ പടത്തിൽ വള്ളിയുടെ അമ്മ ഞാനായിരുന്നോ പൊന്നമ്മയായിരുന്നു. അമ്മയും അച്ഛനും മുരുകൻ്റെ, അങ്ങനെ ഞങ്ങൾ അമ്മയും അച്ഛനുമായിട്ട് അഭിനയിച്ചു. പിന്നെ വളരെ നാളത്തെ പരിചയമുണ്ട്. പിന്നെ കണ്ട നാൾ മുതൽ എനിക്കൊരു എൻ്റെ മകളെ പോലെ, ഞാൻ പലപ്പോഴും എൻ്റെ മരിച്ചുപോയ മകളുടെ പേര് വിളിക്കാറുണ്ട് പൊന്നമ്മ. സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയാം, നീ എൻ്റെ കൊച്ചമ്മണിയെ മാതിരിയാ, എൻ്റെ അമ്മണിയമ്മണിന്ന് ഞാനിങ്ങനെ പറയാം. അയ്യോ 22 വയസ്സിൽ മരിച്ചുപോയില്ലേ മകൾ, എൻ്റെ മകള്. അപ്പോൾ അത് ഞാൻ അറിയാതെ പേര് വിളിച്ചിട്ടുണ്ട് ചിലപ്പോൾ. പൊന്നമ്മ ചോദിക്കും എന്താ ചേച്ചി അങ്ങനെ എന്നെ അമ്മണിന്ന് വിളിച്ചെന്ന്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് കഥകളൊക്കെ. പിന്നെ അങ്ങനെ ഒരു ഭയങ്കര ആത്മബന്ധമാണ്. അതായത് ഞാനൊക്കെ ചെല്ലുന്ന സമയത്ത് എനിക്കൊന്നും അറിയില്ലല്ലോ. ഇന്നത്തെ പിള്ളേർക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലോകം അറിയാം, ഒന്നും അറിയാത്ത ഒരു കാലമല്ലേ. അപ്പൊ എല്ലാ കാര്യത്തിലും അതെ കണ്ടിട്ടില്ല, അത് എല്ലാം നമുക്ക് പറഞ്ഞു തരാനും എല്ലാ കാര്യത്തിനും ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാ നല്ല 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 കാര്യങ്ങൾ ഒരുപാടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ എന്തോ ഒരു പ്രത്യേക സ്നേഹമുണ്ട് ഞങ്ങൾ തമ്മിൽ, എന്നോടും അതെ. പേരാണോ അതോ എന്നെ കൊച്ചമണിന്ന് വിളിച്ചത് കൊണ്ടാണോ എന്താ ഭയങ്കര ഒരു ആത്മബന്ധമുണ്ട്. ശരിക്കും പൊന്നമ്മ ചേച്ചി വരുന്നവരെ അമ്മയായിട്ടുണ്ടായതല്ലേ? ഞാൻ ആദ്യത്തെ അമ്മ ഞാനാണല്ലോ. അതെ, അമ്മ എന്നുള്ള പടം തന്നെ. അതെ അതെ, അമ്മ എന്നുള്ള പടമാണ്. അതുപോലെ ആദ്യത്തെ മുത്തശ്ശിയും അമ്മ തന്നെയാണ്. മുത്തശ്ശി എന്നുള്ള പടത്തിലും അമ്മ തന്നെയാണ്. ചേച്ചിയുടെ പഴയ രൂപം കണ്ടിട്ടുണ്ടോ? എന്നെക്കാളും ഒക്കെ തടിയായിരുന്നു, നല്ല വണ്ണമായിരുന്നു. വണ്ണം കുറയാൻ വേണ്ടി ഞാൻ ഒരുപാട് തടിയാണെങ്കിലും നല്ല സുന്ദരിയായിരുന്നു. വലിയ സുന്ദരമൊന്നും ഇല്ലാതെ എനിക്കറിയാം. പിന്നെ വൃത്തികേടൊന്നുമില്ല. നമ്മൾ രണ്ടല്ലേ. സുന്ദരി എന്ന് പറയുന്നതും വൃത്തികേടില്ലാത്തൊരു ആനച്ചന്തമൊക്കെ ഉള്ള കാര്യം ഞാൻ പറയാം. അതാണ്. എനിക്ക് ഒരാളുമായിട്ട് പരിചയമായി കഴിഞ്ഞാൽ ആ ഒരു സ്നേഹബന്ധം ഒരിക്കലും നഷ്ടപ്പെടാൻ എനിക്കിഷ്ടമല്ല. എനിക്കുമില്ല. ഈ കൂടുതൽ അടുക്കുമ്പം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഒരു പരിഭവം ഉണ്ടാകുമോ. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഭവമേ ഇല്ല എൻ്റെ ലൈഫിൽ. ഞാൻ കൂടുതൽ അടുക്കില്ല. അതുകൊണ്ട് എനിക്ക് ആ ഒരു സ്നേഹബന്ധം, ആ ഒരു സ്നേഹം എനിക്ക് എന്നും നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത്. അഭിനയമൊക്കെ നിർത്തിയിട്ടും വല്ലപ്പോഴൊക്കെ പൊന്നമ്മ വീട്ടിൽ വരും. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞാൽ, എൻ്റെ മകനും മരിച്ചല്ലോ, അറിയാമല്ലോ നിങ്ങൾക്കൊക്കെ. മകൻ മരിക്കുമ്പോൾ ഞങ്ങൾ സായാഹ്നത്തിൻ്റെ സ്വപ്നം കണ്ണൂർ ഷൂട്ടിങ് കഴിഞ്ഞ് ജൂൺ 1 മുതൽ 5 വരെ ഡബ്ബിങ് ആയിരുന്നു മദ്രാസിൽ. അപ്പം ജൂൺ 30 എന്നെ രാജൻ ട്രെയിൻ കയറ്റി അയച്ചു. 1 മുതൽ ഡബ്ബിങ്ങാണ്. ജൂൺ 5 ആവും മരിക്കുന്ന കാലത്ത് അറ്റാക്ക് വന്നു. അപ്പോൾ തലേന്ന് പൊന്നമ്മയ്ക്ക് വർക്ക് കഴിഞ്ഞ് പൊന്നമ്മ തിരുവനന്തപുരത്ത് വരിക 5 രാവിലെ ഫ്ലൈറ്റിൽ. അപ്പോൾ എനിക്ക് അന്നും കൂടെ വർക്കുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ എല്ലാവരും ഇങ്ങനെ എയറോട്രമിൽ എല്ലാവരും ചോദിച്ചു, അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഞാൻ അറിയുന്നില്ല, എന്നെ അറിയിച്ചില്ല. കാര്യമായിരിക്കും എന്ന്. അപ്പോൾ എന്നെ അറിയിച്ചതെന്ന് പറഞ്ഞാൽ 3 മണിക്ക് ഇന്ന് തന്നെ വീട്ടിൽ പോവാം, എറണാകുളം വഴി പോകണ്ട, അനിയത്തിയെ കാണണമെന്ന് പറഞ്ഞ് ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് പോകണമെന്ന് ലളിത നിർബന്ധിക്കുന്നു. ഭരതൻ്റെ പടമാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്താ ഇത്ര നിർബന്ധം, എനിക്ക് എറണാകുളത്ത് ഇറങ്ങി തങ്കമ്മയെ കണ്ടിട്ട് പോകണം. അല്ല ചേച്ചി ഇന്ന് തന്നെ അങ്ങ് വീട്ടിൽ പോകും. ഞാൻ ചോദിച്ചാൽ എന്താ അത് കാര്യം? അപ്പോൾ ഒരു ഫോണുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് പ്രായമൊക്കെ ആയിരിക്കില്ല, അങ്ങേർക്ക് വല്ലതും ആയിരിക്കുമെന്നേ വിചാരിച്ചുള്ളൂ. ഞാൻ പറഞ്ഞു കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ എഴുതി. ഒന്നുമില്ല ചേച്ചി, കോയമ്പത്തൂർ ഫ്ലൈറ്റിൽ പോയിട്ട് കാർ പിടിച്ചങ്ങ് പോയിക്കോ, ഒരാളിനെയും കൂടെ അയച്ചു അങ്ങനെ വരിക. പിറ്റേ ദിവസം ഞാൻ വന്നത് 3 മണിക്ക് വീടിൻ്റെ നടയിൽ വന്നപ്പോഴാണ് സംഭവം ഞാൻ അറിയുന്നത്. ഞാൻ വരുമ്പോൾ പൊന്നമ്മ അവിടെ കാവലിരിപ്പുണ്ട്. ഓർക്കുന്നു.